ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിൻ്റെ ഒരു പാർട്ടാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി, ജ്യാമിതീയ സാധ്യത. ഒരുപാട് പേര് പ്രോബബിലിറ്റിയുടെ ആദ്യത്തെ 2 വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടൊരു സംഗതിയാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയുടെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന ഭാഗം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിയത്. വളരെ ലളിതമായ ഒരു കോൺസെപ്റ്റാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി, ജ്യാമിതീയ സാധ്യത. അതിലെ ചോദ്യങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിന് ചില പ്രത്യേക ഭാഗങ്ങൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു കളറിൽ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് കാണിക്കും. എന്നിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കാതെ കണ്ണടച്ച് ഒരു കുത്തിടുമ്പോൾ, ഒരു ഡോട്ട് ഇടുമ്പോൾ ആ ഡോട്ട് ആ ഷെയ്ഡഡ് റീജിയനിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യത എന്ത്? ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് ആ പാഠത്തിൽ ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു ചതുരം നോക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചതുരം, ആ ചതുരത്തിൽ ഒരു വികരണം വരച്ചിട്ട് ആ ചതുരത്തിനെ 2 ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. നമുക്കറിയാം, ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിനെ വികരണം അല്ലെങ്കിൽ ഡയഗണൽ വരച്ചുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ആയുള്ള 2 ട്രയാങ്കിൾസ് ആയിട്ടാണ് മാറുക, തുല്യമായ 2 ത്രികോണങ്ങളായിട്ട് മാറും. അപ്പൊ അതിൽ താഴെയുള്ള ഭാഗം ചുവപ്പ് കളറിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. ചോദ്യം ഇതാണ്, ആ ചിത്രത്തിലേക്ക് നോക്കാതെ ഒരു ഡോട്ട് ഇടുമ്പോൾ ആ ഡോട്ട് ആ റെഡ് പാർട്ടിൽ വരാനുള്ള സാധ്യത എന്ത്? ചുവന്ന ഭാഗത്ത് വരാനുള്ള സാധ്യത എന്ത്? അപ്പൊ നമ്മൾ നോക്കും, ആകെയുള്ളത് ഒരു ചതുരമാണ്, ഒരു റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിളിന്റെ പകുതി ഭാഗവും ചുവപ്പാണ്. അപ്പൊ നമ്മൾ സാധാരണ ലാംഗ്വേജ് പറയുമ്പോൾ ആ റെഡ് പാർട്ടിൽ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എന്തെന്ന് ചോദിച്ചാൽ അത് 50-50 ചാൻസ് ആണ് അല്ലേ. കാരണം ഉള്ളതിന്റെ പകുതിയും റെഡാണ്. അപ്പൊ അതൊരു ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പോൾ ആ റെക്റ്റാങ്കിളിന്റെ ടോട്ടൽ ഏരിയ ഒരു 50 cm² ആണെന്ന് സങ്കല്പിക്കുക. 50 cm² ആണ് ടോട്ടൽ ഏരിയ. അപ്പോൾ റെഡ് പാർട്ടിന്റെ ഏരിയ എത്ര ഉണ്ടാവുക? അതിന്റെ നേരെ ഹാഫ് 25 അല്ലേ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി പറയുമ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു 50-50 ആണ് എന്ന് പറഞ്ഞാൽ 1/2 ചാൻസ് ഉണ്ട് അതിന്. ടോട്ടൽ ഏരിയ 50 ആണ്, 50 ആണെങ്കിൽ ആ റെഡ് പാർട്ടിന്റെ ഏരിയ 25 ആണ്. അപ്പൊ ആ ഒരു റെഡ് പാർട്ടിൽ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി 25/50 എന്നാ വരിക, 25/50. അത് ചെറുതാക്കിയാൽ നമുക്ക് 1/2 കിട്ടും അല്ലെ. അപ്പോൾ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയുടെ അല്ലെങ്കിൽ ജ്യാമിതീയ സാധ്യതയുടെ ഒരു കീ ഫോർമുല എന്ന് പറയുന്നത്, എവിടെയാണോ നമുക്ക് ഡോട്ട് വരേണ്ടത് ആ ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, ന്യൂമറേറ്റർ അംശം, അനുകൂലമായ ഭാഗത്തിന്റെ പരപ്പളവാണ് അംശം, ആകെ പരപ്പളവ് ഛേദം, ടോട്ടൽ ഏരിയയാണ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ എവിടെയാണോ ഡോട്ട് വരേണ്ടത് ആ ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ന്യൂമറേറ്റർ ആയിട്ടും ടോട്ടൽ ഏരിയ ഡിനോമിനേറ്റർ ആയിട്ടും എഴുതിയാൽ ആ കിട്ടുന്ന ഫ്രാക്ഷൻ ആണ്, ആ ഭിന്നമാണ് അതിന്റെ സാധ്യത എന്നത്. ഓക്കെ, നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് അധികവും ഇതുപോലെ തുല്യമായ ഭാഗങ്ങളാക്കി മാറ്റുന്നതാണ്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരപ്പളവ് കണ്ടെത്താതെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ചതുരത്തെ വികരണം വരച്ച് 2 ത്രികോണങ്ങളാക്കി മാറ്റിയതാണ്. അപ്പൊ അതിന്റെ പരപ്പളവ് എത്രയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയമില്ല. എന്നാൽ ടോട്ടൽ പരപ്പളവ്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണോ അതിന്റെ പകുതിയാണ് നമ്മുടെ ഫേവറബിൾ ഏരിയ. നമുക്ക് അനുകൂലമായ സ്ഥലം അതിന്റെ പകുതിയുണ്ട്. അപ്പൊ 1/2. അതിപ്പോ ഞാൻ നേരത്തെ 50 എന്ന എക്സാമ്പിൾ എടുത്തപ്പോൾ 25 ആണ് അതിന്റെ പകുതി വന്നത്. ഇനിയിപ്പോ ടോട്ടൽ ഏരിയ ഒരു 80 ആണെങ്കിൽ, 80 ആണെങ്കിൽ ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 40 വരിക. അപ്പോൾ 40/80 അതും 1/2 തന്നെയാണ്. അപ്പൊ ഏരിയ കണ്ടെത്തേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ക്യാപിറ്റൽ എ എന്ന് കൊടുത്താൽ എ എന്ന് ഏരിയനെ സൂചിപ്പിച്ചു. അപ്പൊ മൊത്തം ഏരിയ 2A അറിയാം. അപ്പൊ ആ ഒരു പോയിന്റ് റെഡ് പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റി A/2A, ഒരു A/2A. അപ്പൊ എ ക്യാൻസൽ ചെയ്താൽ 1/2 വരും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനെ തുല്യമായ ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ, ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ പറയാം. അതിലേതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഏരിയയ്ക്ക് നമ്മൾ ക്യാപിറ്റൽ എ എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ ഒരു 12 പാർട്ടാണെങ്കിൽ 12A, അതാണ് ടോട്ടൽ ഏരിയ. ഇനി എവിടെയാണോ ഡോട്ട് വരേണ്ടത് ആ
ആ കളറിൽ കാണിച്ചിരിക്കുന്നത് എത്ര എ ഉണ്ട് അത് മുകളിൽ എഴുതിയാൽ നമുക്ക് ആൻസർ ആയി. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലായിട്ടുള്ളത്. ഇതാ നമ്മൾ ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തില് ആദ്യം ഉള്ളത് ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഉള്ളിൽ ഒന്നിടവിട്ട് വെർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഒരു സമഷഡ്ഭുജത്തിലാണ് ആ ട്രയാങ്കിൾ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ആ ട്രയാങ്കിളിന്റെ ഒരു മിഡിൽ പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിലേക്ക് 3 ലൈനുകൾ വരയ്ക്കുക. ഇപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. നമ്മളെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടത് ഈ പച്ച ഭാഗത്ത് നമ്മൾ ഡോട്ട് ഇടുന്ന സമയത്ത് ഗ്രീൻ പാർട്ടിൽ ആ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. പച്ച ഭാഗത്ത് വരണം ഡോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ അതിന്റെ സെന്റർ പാർട്ടിലേക്ക് 3 ലൈന് വരയ്ക്കുമ്പോൾ ആ ഫിഗർ എത്ര ട്രയാങ്കിൾസ് ആയിട്ട് മാറി? ആ പച്ച കളർ ഉള്ളത് മാത്രം 3 എണ്ണമായി. ആ 3 എണ്ണത്തിന് ഈക്വൽ ആയിട്ട് യെല്ലോ കളറിൽ 3 എണ്ണം വേറെ ഉണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 6A ആണ്. A പ്ലസ് എ പ്ലസ് എ പ്ലസ് അങ്ങനെ 6 എണ്ണം അല്ലെ. ഗ്രീൻ പാർട്ടിന്റെ ഏരിയ 3A ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ആ ഒരു ഗ്രീൻ പാർട്ടിൽ അല്ലെങ്കിൽ പച്ച ഭാഗത്ത് കുത്തു വരാനുള്ള പ്രോബബിലിറ്റി 3A/6A എന്ന് വരും. ആ എ ക്യാൻസൽ ചെയ്താൽ 3/6, അത് ചെറുതാക്കിയാൽ 1/2, അതാണ് പ്രോബബിലിറ്റി. അങ്ങനെ ഒരേപോലെയുള്ള ഷേപ്പ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ഏരിയയ്ക്ക് ഒരു ലെറ്റർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആൻസർ കണ്ടെത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റാറിന്റെ ചിത്രമാണ് അല്ലെ. ആ സ്റ്റാറിന്റെ ഉള്ളിൽ ഒരു റെഗുലർ ഹെക്സഗൺ ആണ്, സമഷഡ്ഭുജം. എന്നിട്ട് അതിന്റെ സ്റ്റാറിന്റെ കുറെ കാലുകൾ. അവിടെ ഗ്രീൻ പാർട്ട് നടുവിൽ കാണിച്ചിട്ടുണ്ട്. ഹെക്സഗൺ അതായത് ഷഡ്ഭുജമാണ് പച്ച. പുറത്തുള്ള സ്റ്റാറിന്റെ മറ്റു ഭാഗമാണ് യെല്ലോ കളറിൽ മഞ്ഞ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അവിടെയും ചോദ്യം ഇത് തന്നെയാണ്. കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ആ പച്ച ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ത്? അവിടെയും നമ്മൾ ആ ഹെക്സഗണിന്റെ സെന്റർ പോയിന്റ് എടുക്കുക. സെന്റർ പോയിന്റ് എടുത്തിട്ട് ആ ഹെക്സഗണിന്റെ ഓരോ വെർട്ടെക്സിലേക്കും ഞാൻ വരച്ചതുപോലെ ലൈൻ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഹെക്സഗൺ കുറെ ട്രയാങ്കിൾസ് ആയിട്ട് മാറും. 6 ട്രയാങ്കിൾസ് കിട്ടും ആ ഗ്രീൻ പാർട്ടിൽ മാത്രം. അതിന് ഈക്വലായ ട്രയാങ്കിൾസ് ആണ് ആ സ്റ്റാറിൽ പുറത്ത് യെല്ലോ കളറിൽ കാണുന്നത്. അപ്പൊ ടോട്ടൽ ഏരിയ നോക്കുമ്പോൾ നമ്മൾ ഒരു പാർട്ടിന്റെ ഏരിയക്ക് നമ്മൾ എ എന്ന് കൊടുത്താൽ ടോട്ടൽ ഏരിയ 6A യെല്ലോ ഉണ്ട്, 6A ഗ്രീനും ഉണ്ട്. അപ്പൊ ടോട്ടൽ 12A. അപ്പൊ ടോട്ടൽ ഏരിയ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് 12A ആണ്. അതിൽ പച്ച ഭാഗമുള്ളത് 6A. അപ്പൊ നമ്മുടെ ഡോട്ട് ഗ്രീൻ പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 6A ഡിവൈഡഡ് ബൈ 12A ആണ്. എ ക്യാൻസൽ ചെയ്താൽ 6/12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇങ്ങനെയാണ് പ്രോബബിലിറ്റി നമുക്ക് തന്നിരിക്കുന്ന ഷേപ്പിനെ ഈക്വൽ പാർട്സ് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ പ്രോബബിലിറ്റി ഈ രൂപത്തിലാണ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യനിൽ ഒരു സ്ക്വയറിന്റെ അല്ലെങ്കിൽ സമചതുരത്തിന്റെ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിളാണ്, ഒരു വൃത്തമാണ് അല്ലെ. അവിടെ ചോദ്യം ഇതാണ്. ആ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കാതെ നമ്മളൊരു ഡോട്ട് ഇട്ടാൽ ആ ഡോട്ട് സ്ക്വയറിന്റെ ഇൻസൈഡിൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മളിടുന്ന ഡോട്ട് ഈ സ്ക്വയറിന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഏരിയ ഏതാണ്? ഈ സ്ക്വയർ ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പൊ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജാമിതീയ സാധ്യത കാണുമ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ അറിയാം. സ്ക്വയറിന്റെ ഏരിയയെ നമ്മൾ സർക്കിളിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അവിടെ വിഷയമുള്ളത് ഇതിന്റെ മെഷേഴ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ മെഷർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിന്റെ ലെങ്ത് എ എന്ന് എടുക്കാം. ഞാനിപ്പോ സ്മോൾ എ എന്ന് എടുത്തു. അങ്ങനെ എ എന്ന് എടുക്കുമ്പോൾ നമ്മളെ പറഞ്ഞു നമ്മൾ ആ പ്രോബബിലിറ്റി എന്നത് ഇവിടെ ഫേവറബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്നത് ആ സർക്കിളിന്റെ ഏരിയ ആണ്. ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ ചെയ്താൽ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി കിട്ടും, ആൻസർ ആവും അല്ലേ. പക്ഷെ ഇതിന്റെ സ്ക്വയറിന്റെ വൺ സൈഡ് ഞാൻ എ എന്ന് കൊടുത്തു. ഇനി സർക്കിളിന്റെ ഏരിയ കാണാൻ അതിന്റെ റേഡിയസ് ആണ് വേണ്ടത്. റേഡിയസ് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇതിന്റെ
ഡയമീറ്റർ ആണ് ഈ ലൈന്. അതായത് സ്ക്വയറിന്റെ ഡയഗണലാണ് ആ സർക്കിളിന്റെ ഡയമീറ്റർ. സമചതുരത്തിന്റെ വികർണമാണ് ആ വൃത്തത്തിന്റെ വ്യാസം അല്ലെ. ഇവിടെ എ, അതുപോലെ തന്നെ ഈ സൈഡും എ ആണ്. ഇപ്പൊ നമ്മള് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്, 9th ന്യൂ നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. സമപാർശ്വ മട്ട ത്രികോണമാണ്. പാദവും ലംബവും ഒരേ നീളമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1:1:√2 എന്നാണ് വരിക. 1:1:√2, 1:1:√2. അപ്പൊ ഇവിടെ എയും എയും ആയതുകൊണ്ട് ഇത് √2a എന്നാണ് അതിന്റെ വികരണം വരിക. സമചതുരത്തിന്റെ ഡയഗണൽ അല്ലെ, സ്ക്വയറിന്റെ ആ ഡയഗണൽ എന്ന് പറയുന്നത് √2a ആണ്. അതാണ് നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ, വ്യാസം. അപ്പൊ ആ ഡയമീറ്റർ കിട്ടിയാൽ പിന്നെ അതിനെ ഹാഫ് ആക്കിയാൽ എന്തായി, നമുക്ക് റേഡിയസ് ആയി. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ആണ് ഫോർമുല. സൈഡിന്റെ സ്ക്വയർ ആണ് ഏരിയ. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ് അല്ലെ. അവിടെ വിഷയം നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് ഇവിടെ ഇല്ല. പക്ഷേ നമുക്ക് എന്ത് കിട്ടി, ഡയഗണൽ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഡയഗണൽ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ആ ഡയമീറ്റർ നമുക്ക് √2a എന്ന് കിട്ടി. അപ്പൊ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ √2a ആണ്. √2a അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹാഫ് ആക്കിയാൽ റേഡിയസ് കിട്ടും. √2a ഡിവൈഡഡ് ബൈ 2 അതാണ് റേഡിയസ്. √2a/2 ആണ് ആ സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് ഇവിടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. a സ്ക്വയർ ഡിവൈഡഡ് ബൈ πr സ്ക്വയറിൽ π ഇൻറ്റു റേഡിയസ് √2a/2 ആണ്. √2a/2 ന്റെ സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a സ്ക്വയർ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ π ഇൻറ്റു √2a/2. അതിന്റെ ഹോൾ സ്ക്വയർ കാണുമ്പോൾ എല്ലാ ടേംസിന്റെ സ്ക്വയർ കാണണം. അപ്പോൾ √2ന്റെ സ്ക്വയർ 2 ആണ്. എയുടെ സ്ക്വയർ a സ്ക്വയർ ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ ആ ഫ്രാക്ഷന്റെ മൊത്തത്തിൽ സ്ക്വയർ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് കോമൺ ഫാക്ടേഴ്സ് റിമൂവ് ചെയ്യാം. ഈ a സ്ക്വയർ കട്ടാവും. പിന്നെ ഇവിടെ മുകളിൽ 1 ഉണ്ടാവുക അല്ലേ. പിന്നെ 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇത് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഈ 2/4 1/2 ആവും. അപ്പോ പൈനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ π/2 എന്ന് കിട്ടും. π/2 1/π/2 ആണ്. 1 എന്ന നമ്പറിനെ π/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൾട്ടിപ്ലൈഡ് ബൈ 2/π. ഒന്നിനെ 2/10 കൊണ്ട് 2/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π. ഇതാണ് അതിന്റെ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി 2/π. അപ്പൊ നമ്മൾ കണ്ണടച്ചൊരു ഡോട്ട് ഇടുമ്പോൾ ആ ഡോട്ട് സ്ക്വയറിനുള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി 2/π ആണ്. ഓക്കെ. ഇപ്പൊ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ എവിടെയാണോ ഡോട്ട് വരേണ്ടത് അതിന്റെ ഏരിയ ന്യൂമറേറ്റർ, ടോട്ടൽ ഏരിയ ഡിനോമിനേറ്റർ. എന്നാണ് അതിന്റെ ഒരു കീ ഫോർമുല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നേരത്തെ കണ്ട ഫിഗർ അല്ല. നേരത്തെ ഒരു സ്ക്വയറിന്റെ പുറത്തൂടെയായിരുന്നു സർക്കിൾ. സമചതുരത്തിന്റെ മൂലകളിലൂടെ പുറത്തായിരുന്നു വൃത്തം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഒരു സ്ക്വയറിന്റെ ഉള്ളില് അതിന്റെ വശങ്ങളെ തൊടുന്ന രൂപത്തിൽ ഒരു വൃത്തം അല്ലെ, സൈഡ്സിനെ ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ അതിനുള്ളിൽ. ഇവിടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ആ സർക്കിളിനുള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി. സർക്കുലർ പോർഷൻ ആണ് എന്ത് ചെയ്തത്, ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ണടച്ചൊരു ഡോട്ട് ഇടുമ്പോൾ ആ ഡോട്ട് വൃത്തത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്, സർക്കിളിന്റെ ഇന്നർ പാർട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫേവറബിൾ ഏരിയ എന്ന് പറയുന്നത് സർക്കിളാണ്, വൃത്തത്തിലാണ് ആ ഡോട്ട് വരേണ്ടത്. ടോട്ടൽ ഏരിയ എന്നത് സ്ക്വയറിന്റെ ഏരിയ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്വയറിന്റെ വൺ സൈഡ് എ എന്നെടുക്കാം. സമചതുരത്തിന്റെ ഒരു വശം എ. ഇവിടെ വളരെ സിമ്പിൾ ആണ്, കാരണം സമചതുരത്തിന്റെ ഒരു വശം തന്നെയാണ് വൃത്തത്തിന്റെ വ്യാസം. വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈസ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. സമചതുരത്തിന്റെ ഒരു വശമാണ് വൃത്തത്തിന്റെ വ്യാസം.
അപ്പൊ നമുക്ക് ആരം നേരിട്ട് എഴുതാം അല്ലെ. ഡയമീറ്റർ ഈക്വൽ ടു എ എന്ന് കിട്ടി. അപ്പൊ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് എയുടെ ഹാഫ് ആയിരിക്കും, a/2. ഇനി നമുക്ക് പ്രോബബിലിറ്റി നോക്കാം. സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഈക്വൽ ടു സർക്കിളിനുള്ളിലാണ്, വൃത്തത്തിനുള്ളിലാണ് ഡോട്ട് വരേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. ഇതാണ് ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ πr² ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ a². ഇവിടെ റേഡിയസ് a/2 ആണ്. അപ്പൊ പൈ ഇൻറ്റു ആറിന് പകരം a/2 കൊടുക്കുക, a/2² ഡിവൈഡഡ് ബൈ a². ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു a/2ന്റെ സ്ക്വയർ a²/4 ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ a² ആണ്. അതിനെ a² കൊണ്ട് ഹരിക്കണം. a² കൊണ്ട് ഹരിക്കുന്നതിന് പകരം 1/a² കൊണ്ട് ഗുണിച്ചാൽ മതി. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. a² എന്ന് പറയുന്നത് a²/1 ആണ്. അപ്പൊ a²/1 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 1/a² കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് a² ക്യാൻസൽ ആവും. പിന്നെ ബാക്കി ഉണ്ടാകുക മുകളിൽ പൈയും താഴെ 4ഉം ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി π/4, സാധ്യത π/4. ഇതേ കണക്ക് തന്നെ വൃത്തത്തിന്റെ റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് r എന്നെടുത്തിട്ട് സ്ക്വയറിന്റെ വൺ സൈഡ് 2r ആക്കി ചെയ്താലും കിട്ടും. ഏത് ചിത്രം വേണം ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ π/4 ആവില്ല. അപ്പൊ ഇവിടെ ഈ ഡോട്ട് സർക്കിളിന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി π/4 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ജ്യാമിതീയ സാധ്യത. അപ്പൊ ഇതുപോലെ ഒരുപാട് ഫിഗേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. അതിൽ നമുക്ക് ഈക്വലായ ഭാഗങ്ങളാക്കി നമ്മുടെ ചിത്രത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, തുല്യമായ ഭാഗമാക്കിയിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ തുല്യമായ ഭാഗമാക്കി മാറ്റുക. എന്നിട്ട് ഒന്നിന്റെ ഏരിയ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കുക. ഏരിയ ആയതുകൊണ്ട്, പരപ്പളവായതുകൊണ്ട് നമ്മൾ എ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ടോട്ടൽ ഏരിയ എത്ര എ ഉണ്ട് നോക്കുക. ഫേവറബിൾ ആയിട്ടുള്ളത് എത്രയാണോ അത് ന്യൂമറേറ്ററും ടോട്ടൽ ഏരിയ ഡിനോമിനേറ്ററായിട്ട് എഴുതിയ പ്രോബബിലിറ്റി കിട്ടും. ഇനി അങ്ങനെ ഈക്വൽ ഏരിയ ആക്കി മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. ആ രണ്ട് ഷേപ്പിന്റെയും പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് അത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഫേവറബിൾ ആയിട്ടുള്ള റീജിയൻ മുകളിലും ടോട്ടൽ ഏരിയ താഴെ എഴുതിയിട്ട് അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റിയുടെ തേർഡ് പാർട്ട്, ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജ്യാമിതീയ സാധ്യത. അല്ലേ, ഇനി ഈ ചാപ്റ്ററിലുള്ളത് പെയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ജോഡികൾ. ആ ഒരു ഭാഗം കൂടെ ഡിസ്കസ് ചെയ്താൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ, ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.